പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2024 ഡിസംബർ 31 ചൊവ്വ. പ്രധാന വാർത്തകൾ. 2024 ഒമാൻ ഓർമ്മച്ചെപ്പ്. സൗഹൃദം, സഹകരണം. ലോകരാഷ്ട്രങ്ങളുമായി ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുകയും വികസനത്തിൽ ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നതായിരുന്നു പോകുന്ന വർഷത്തെ പ്രധാന കാഴ്ച. കുവൈത്ത്, തുർക്കിയ, ജോർദാൻ, ബെൽജിയം, ബെലാറസ്, അങ്കോള തുടങ്ങിയ രാജ്യങ്ങളിലെ ഭരണത്തലവന്മാരുമായി സുൽത്താന്റെ കൂടിക്കാഴ്ചകൾ നടന്നു. അധികാരമേറ്റതിനു ശേഷം ആദ്യമായി ഒമാനിലെത്തിയ കുവൈത്ത് അമീർ ഷൈഖ് മിഷ്അൽ അൽ അഹമ്മദ് അൽ ജാബിർ അസഹബാവിന്റെ സമ്മേളനവേളനെയാണ് ദുഃഖം റിഫൈനറി പെട്രോകെമിക്കൽ ഇൻഡസ്ട്രീസ് രാജ്യത്തിന് സമർപ്പിച്ചത്. സുൽത്താന്റെ ബെൽജിയം സന്ദർശനത്തിന്റെ ഭാഗമായി സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും യാത്രാ നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുന്നതിനും ഇരു രാജ്യങ്ങളും ധാരണയിലെത്തി. ഇതുപ്രകാരം നയതന്ത്ര പ്രത്യേക ഔദ്യോഗിക പാസ്പോർട്ടുകൾ ഉള്ളവർക്ക് പ്രത്യേക കാലയളവിലേക്ക് വിസയില്ലാതെ പ്രവേശനം സാധ്യമാകും. സുൽത്താന്റെ തുർക്കി സന്ദർശനത്തിന്റെ ഭാഗമായി ഒമാനും തുർക്കിയയും തമ്മിൽ 10 സുപ്രധാന കരാറുകളിൽ ഒപ്പുവെച്ചു. തൊഴിൽ മന്ത്രാലയം പരിശോധനയ്ക്ക് സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സർവീസസ്. അനധികൃത തൊഴിലാളികളെയും നിയമവിധേയമല്ലാത്ത വ്യാപാരം നടത്തുന്നവരെയും കണ്ടെത്താനുള്ള തൊഴിൽ മന്ത്രാലയത്തിന്റെ പരിശോധനകൾ ശക്തമായാണ് നടക്കുന്നത്. ഇതിനായി സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സർവീസസുമായി തൊഴിൽ മന്ത്രാലയം ധാരണയിലെത്തിയിട്ടുണ്ട്. ഈ പുതിയ വിധാനം ഉപയോഗപ്പെടുത്തിയാണ് തൊഴിൽ നിയമലംഘന പരിശോധന ശക്തമാക്കിയത്. നോട്ട് പിൻവലിക്കൽ. രാജ്യത്തെ നോട്ടുകളുടെ ചില വിഭാഗങ്ങളുടെ ഉപയോഗം ഡിസംബറോടെ അവസാനിപ്പിക്കുന്നതായി സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ അറിയിച്ചു. 2020 മുമ്പുള്ള കാലങ്ങളിൽ CBO പുറത്തിറക്കിയ കറൻസികളുടെ ചില വിഭാഗമാണ് അധികൃതർ പിൻവലിച്ചത്. ഇത്തരം ബാങ്ക് നോട്ടുകൾ കൈവശമുള്ളവർ അവ മാറ്റിയെടുക്കാനായി ഡിസംബർ 31 വരെ കാലാവധി നൽകിയിരുന്നു. ഇതിനുശേഷം ഇത്തരം നോട്ടുകളുടെ ഉപയോഗം നിയമവിരുദ്ധമായി കണക്കാക്കും. ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടെത്താൻ സ്മാർട്ട് റഡാറുകൾ. ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടെത്താൻ പുത്തൻ ചുവടുവെപ്പുമായി റോയൽ ഒമാൻ പോലീസ്. ഇതിന്റെ ഭാഗമായി സ്മാർട്ട് റഡാറുകൾ സ്ഥാപിച്ചു തുടങ്ങി. ഇവ പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. മൊബൈൽ ഫോണുകളുടെ ഉപയോഗം, സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കൽ, റോഡ് സിഗ്നലിനു മുമ്പായി ലൈൻ മാറൽ എന്നിവ റഡാറിന് കണ്ടെത്താനാകും. ഒമാൻ ഉപഗ്രഹം പകർത്തിയ ചിത്രങ്ങൾ. മസ്കത്ത് ഒമാന്റെ പ്രഥമ ഉപഗ്രഹമായ ഒമാൻ-1 പകർത്തിയ ചിത്രങ്ങൾ പുറത്തുവിട്ടു. സുഹാർ തുറമുഖം, സുഹാർ ഫ്രീ സോൺ, ഇബ്രി വിലായത്തിലെ പടിഞ്ഞാറൻ ഹജർ പർവ്വതനിരകളുടെ ചിത്രങ്ങളാണ് പുറത്തുവന്നത്. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ താഴ്ന്ന ഉയരത്തിൽ നിന്ന് പകർത്തിയവയാണ് ചിത്രങ്ങൾ. ഭൂനിരീക്ഷണം, വിദൂര സംവേദനം എന്നിവയിൽ ആണ് ഒമാൻ-1 ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഒമാൻ-1 ഭൗമഭ്രമണപഥത്തിലേക്ക് ഷട്ടിൽ ചെയ്ത നിമിഷം മുതലുള്ള പ്രവർത്തനങ്ങളെയാണ് ചിത്രം സൂചിപ്പിക്കുന്നത്. പ്രതിരോധ സഹകരണത്തിന് ഇന്ത്യയും ഒമാനും. പ്രതിരോധ സഹകരണ മേഖലയിൽ പുത്തൻ ചുവടുവെപ്പുമായി ഇന്ത്യയും ഒമാനും. പ്രതിരോധ സാമഗ്രികളുടെയും ഉപകരണങ്ങളുടെയും കൈമാറ്റം സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും ധാരണാപത്രം ഒപ്പുവെച്ചു. കഴിഞ്ഞ ഡിസംബറിൽ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ ഭാവിക്കു വേണ്ടി പങ്കാളിത്തം എന്ന തലക്കെട്ടിൽ ഇന്ത്യ ഒമാൻ സംയുക്ത ദർശന രേഖ മുന്നോട്ട് വെച്ചിരുന്നു. ഇതിന്റെയും ചുവട് പിടിച്ചാണ് ധാരണയിലെത്തിയത്. മാറി മാറി വന്ന ഒമാൻ ഫുട്ബോൾ പരിശീലകർ. ഒമാൻ ദേശീയ ഫുട്ബോൾ ടീം പരിശീലകർക്ക് സ്ഥാനമുറയ്ക്കാത്ത ഒരു വർഷം കൂടിയായിരുന്നു 2024. ഈ വർഷത്തിന്റെ തുടക്കത്തിൽ ബ്രാങ്കോ ഇവാൻകോവിച്ചാണ് ഒമാൻ ഫുട്ബോളുമായുള്ള ബന്ധം അവസാനിപ്പിച്ചത്. 4 വർഷത്തെ സേവനത്തിന് ശേഷമായിരുന്നു കോച്ചും ഫുട്ബോൾ അസോസിയേഷനും വേർപിരിഞ്ഞത്. പിന്നാലെ പുതിയ പരിശീലകനായി ചെക്ക് റിപ്പബ്ലിക്കിന്റെ കോച്ചായിരുന്ന ജറോസ്ലാവ് സിൽഹവിയെ നിയമിച്ചു. പരിശീലന സ്ഥാനം ഏറ്റെടുത്ത് 7 മാസം തികയുന്നതിനിടെ ജറോസ്ലാവ് സിൽഹവിയും പുറത്തേക്ക് പോയി. പുതിയ കോച്ചായി ഒമാന്റെ മുൻ പരിശീലകൻ റഷീദ് ജാബിറിനെയാണ് നിയമിച്ചിട്ടുള്ളത്. ലോകകപ്പ് യോഗ്യതാ റൗണ്ടിലും അറേബ്യൻ ഗൾഫ് കപ്പിലുമൊക്കെ ചെമ്പടയ്ക്ക് നിലവിൽ തന്ത്രം മെനയുന്നത് ഇദ്ദേഹമാണ്.
പ്ലാസ്റ്റിക് ബാഗുകൾ ഇല്ലാതാകുന്നു. രാജ്യത്ത് 2027ഓടെ പ്ലാസ്റ്റിക് ബാഗുകൾ പൂർണ്ണമായും ഒഴിവാക്കുന്നതിനുള്ള ആദ്യഘട്ടം ആരംഭിച്ചു. 50 മൈക്രോമീറ്ററിൽ താഴെ ഭാരമുള്ള ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് സഞ്ചികൾ കമ്പനികൾ, സ്ഥാപനങ്ങൾ, വ്യക്തികൾ എന്നിവ ഉപയോഗിക്കാൻ പാടില്ല. ഓരോ വിഭാഗത്തിലും പ്ലാസ്റ്റിക് സഞ്ചികളുടെ ഉപയോഗം വിവിധ ഘട്ടങ്ങളിലൂടെയാണ് നിരോധിക്കുക. ഇതിനുശേഷം ഇവ ഉപയോഗിക്കുകയാണെങ്കിൽ പിഴ ചുമത്തും. 50 മുതൽ 1000 റിയാലിൽ കൂടാത്തതുമായ അഡ്മിനിസ്ട്രേറ്റീവ് പിഴയായിരിക്കും ചുമത്തുക. ലംഘനം ആവർത്തിച്ചാൽ പിഴ ഇരട്ടിയാക്കും. ഫാർമസികൾ, ആശുപത്രികൾ, ക്ലിനിക്കുകൾ എന്നിവയിൽ പ്ലാസ്റ്റിക് സഞ്ചികൾക്കുള്ള നിരോധനം ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വന്നു. രണ്ടാം ഘട്ട പുതുവർഷ ദിനത്തിൽ നടപ്പിൽ വരും. തുണിത്തരങ്ങൾ, ടെക്സ്റ്റൈൽസ്, വസ്ത്രങ്ങൾ ഇവയുടെ മറ്റ് സ്റ്റോറുകൾ, തയ്യൽ കടകൾ, കണ്ണടക്കടകൾ, മൊബൈൽ ഫോൺ വിൽപ്പന ഇവയുടെ അറ്റകുറ്റപ്പണിക്കുള്ള സ്റ്റോറുകൾ, വാച്ചുകൾ വിൽക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന കടകൾ, ഫർണിച്ചറുകൾ, വീട്ടുപകരണങ്ങൾ എന്നിവ വിൽക്കുന്ന സ്റ്റോറുകൾ എന്നിവയിലാണ് ജനുവരി 1 മുതൽ പ്ലാസ്റ്റിക് നിരോധനം പ്രാബല്യത്തിൽ വരുന്നത്. മവേല മാർക്കറ്റ്. പഴം, പച്ചക്കറി സെൻട്രൽ മാർക്കറ്റ് ജൂൺ 1 മുതൽ കസായിനിലേക്ക് മാറിയതോടെ മവേല വർഷങ്ങളായി പ്രവർത്തിക്കുന്ന 300-ലധികം മൊത്തവ്യാപാര സ്ഥാപനങ്ങൾക്ക് പൂട്ടുവീണു. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും പഴങ്ങളും പച്ചക്കറികളും എത്തുന്ന മാർക്കറ്റായിരുന്നു മവേല സെൻട്രൽ മാർക്കറ്റ്. സൊഹാർ, സലാല, സുവൈക്ക് തുറമുഖങ്ങൾ, വിവിധ വിമാനത്താവളങ്ങൾ എന്നിവ വഴി എത്തുന്ന പഴങ്ങളും പച്ചക്കറികളും പരിശോധനയ്ക്ക് ശേഷം നേരെ സെൻട്രൽ മാർക്കറ്റിലേക്കായിരുന്നു എത്തുന്നത്. ഇന്ത്യ, ശ്രീലങ്ക, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, തുർക്കിയ, സിറിയ, യമൻ, ജോർദാൻ, ഇറ്റലി, ഇറാൻ, ജർമ്മനി, അമേരിക്ക, ഫിലിപ്പൈൻ, ഇന്തോനേഷ്യ, മലേഷ്യ, പെറു, ഉറുഗ്വേ, അർജന്റീന, പോളണ്ട്, എത്യോപ്യ, മൊറോക്കോ, നെതർലൻഡ്, ഫ്രാൻസ്, ഗ്രീസ് തുടങ്ങിയ 80-ലധികം രാജ്യങ്ങളിൽ നിന്ന് മാർക്കറ്റിലേക്ക് പഴങ്ങളും പച്ചക്കറികളും എത്തിയിരുന്നു. സിലാൽ മാർക്കറ്റ്. തെക്കൻ ബാത്തിനയിലെ ബർഖയിൽ പുതിയ സെൻട്രൽ പഴം പച്ചക്കറി മാർക്കറ്റ് സിലാൽ പ്രവർത്തനം ആരംഭിച്ചു. രാജ്യത്തെ ജനസംഖ്യയിൽ പകുതി പേരുടെയും മാർക്കറ്റ് ആവശ്യങ്ങളെ നിറവേറ്റാൻ പുതിയ സെൻട്രൽ മാർക്കറ്റിലൂടെ സാധിക്കും. 5 ലക്ഷം ചതുരശ്ര മീറ്റർ സ്ഥലത്ത് പൂർണ്ണമായും ശീതീകരിച്ച മാർക്കറ്റ് ദേശീയ നിലവാരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പഴം, പച്ചക്കറികൾ കേടുകൂടാതെ സൂക്ഷിക്കാനടക്കം നിരവധി സംവിധാനങ്ങളാണുള്ളത്. മവേല മാർക്കറ്റിനേക്കാൾ 3 മടങ്ങ് വലുതാണ് കസായിൻ മാർക്കറ്റ്. പുതിയ മാർക്കറ്റിൽ കോൾഡ് സ്റ്റോർ, വരണ്ട സ്റ്റോർ, മൊത്തവ്യാപാര ഹാൾ, ട്രക്കുകളുടെ വിൽപ്പന മേഖല, സവാളയും ഉരുളക്കിഴങ്ങും വേർതിരിക്കാനുള്ള മേൽക്കൂരകളുള്ള ഭാഗങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങളുടെ പരിശോധനാ കേന്ദ്രം, കമ്പനികളുടെ ഓഫീസുകൾ, ഫോർക്ക് ലിഫ്റ്റ് സൗകര്യങ്ങൾ, ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷൻ, പച്ചക്കറികളും പഴങ്ങളും തരംതിരിക്കുന്ന ഗ്രൗണ്ടുകൾ, പഴം പച്ചക്കറികളുള്ള കസ്റ്റംസ് പരിശോധനയ്ക്കുള്ള സ്ഥലം, പച്ചക്കറി ഉൽപ്പന്നങ്ങളുടെ ലാബ് പരിശോധനയ്ക്കുള്ള സ്ഥലം, ട്രക്കുകൾക്ക് പ്രവേശിക്കാനുള്ള നിരവധി ഗേറ്റുകൾ എന്നിവയും മാർക്കറ്റിലുണ്ട്. ലോജിസ്റ്റിക്സ്, കമ്മ്യൂണിക്കേഷൻ, IT, ഗതാഗതം മേഖലകളിൽ സ്വദേശീവൽക്കരണം. ഗതാഗതം, ലോജിസ്റ്റിക്സ്, കമ്മ്യൂണിക്കേഷൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി മേഖലകളിൽ സ്വദേശീവൽക്കരണം ശക്തമാക്കുന്നു. ഇതിന്റെ ഭാഗമായി ഈ മേഖലകളിൽ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് നിരവധി സംരംഭങ്ങൾ ഗതാഗത, ആശയവിനിമയ, വിവരസാങ്കേതിക മന്ത്രാലയം നടപ്പിലാക്കും. തൊഴിൽ മന്ത്രാലയവുമായി ഏകോപിപ്പിച്ച് ആവശ്യമായ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം 2025 ജനുവരിയിൽ ആരംഭിച്ച് 2027 അവസാനം വരെ തുടരും. ഇതിനായി ഓരോ വർഷത്തേക്കും ലക്ഷ്യങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട്. 2024 ഗതാഗത ലോജിസ്റ്റിക് മേഖലയിൽ 20%, കമ്മ്യൂണിക്കേഷൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ 31%മാണ് ഒമാനിവത്കരണം ലക്ഷ്യമിടുന്നത്. 3 നഗരങ്ങൾ യുനെസ്കോ പട്ടികയിൽ. ഒമാനിലെ 3 നഗരങ്ങൾ യുനെസ്കോയുടെ ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് ലേണിംഗ് സിറ്റീസിൽ ഇടം പിടിച്ചു. മസ്കത്ത് വിലായത്ത്, നിസ്വ വിലായത്ത്, സൂർ വിലായത്ത് എന്നിവയാണ് യുനെസ്കോയുടെ പുതിയ പട്ടികയിൽ ഉൾപ്പെട്ടത്. റഫ്രിജറേറ്റർ ട്രക്കുകളിൽ ഇനി ഒമാനി ഡ്രൈവർമാർ മാത്രം. റഫ്രിജറേറ്റർ ട്രക്ക് ഡ്രൈവർ തൊഴിൽ ഒമാനികൾക്ക് മാത്രമായി നേരത്തെ പ്രഖ്യാപിച്ചത് സെപ്റ്റംബർ മുതൽ പ്രാബല്യത്തിൽ വന്നു. എല്ലാ വലിപ്പത്തിലുള്ള ശീതീകരിച്ച ട്രക്കുകൾ ഓടിക്കാൻ ഒമാനി പൗരന്മാർക്ക് മാത്രമേ അനുമതിയുള്ളൂവെന്ന് മന്ത്രാലയം ഊന്നിപ്പറഞ്ഞു. പ്രാദേശിക തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള വിപുലമായ നയത്തിന്റെ ഭാഗമാണ് ഈ നീക്കം. വാദി കബീർ വെടിവെപ്പ്, ഇന്ത്യക്കാരനുൾപ്പെടെ 9 മരണം.
ജൂലൈ 15-ന് മസ്കത്ത് വാദി കബീറിലുണ്ടായ വെടിവെപ്പിൽ ഇന്ത്യക്കാരിൽ ഉൾപ്പെടെ 9 പേർ മരിച്ചു. വിവിധ രാജ്യക്കാരായ 28 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഒരു റോയൽ ഒമാൻ പോലീസ് ഉദ്യോഗസ്ഥനും 3 ആക്രമികളും 5 സാധാരണക്കാരുമാണ് മരണപ്പെട്ടത്. മരിച്ചവരിൽ 4 പേർ പാകിസ്ഥാനികളാണ്. പരിക്കേറ്റവരിൽ പോലീസ് ഓഫീസർമാർ, സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥർ, ആംബുലൻസ് ജീവനക്കാർ എന്നിവരും ഉൾപ്പെടുന്നു. വിദേശ നിക്ഷേപ നിയന്ത്രണങ്ങൾ കൂടുതൽ മേഖലകളിലേക്ക്. വിദേശ നിക്ഷേപ നിയന്ത്രണങ്ങൾ വിപുലപ്പെടുത്തി ഒമാൻ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം ഉത്തരവിറക്കി. 28 മേഖലകളിൽ കൂടി ഒമാൻ നിക്ഷേപകർക്ക് മാത്രമായി പരിമിതപ്പെടുത്തി. ഇതോടെ മൊത്തം നിയന്ത്രിത പ്രവർത്തനങ്ങളുടെ എണ്ണം 123 ആയി ഉയർന്നു. കരകൗശല വസ്തുക്കൾ, ചർമ്മ സംരക്ഷണ സേവനങ്ങൾ, ഇവന്റ്, ഫർണിച്ചർ വാടക, പരമ്പരാഗത കരകൗശല വസ്തുക്കളുടെ ഉൽപ്പാദനം, ഉപയോഗിച്ച വാഹനങ്ങളുടെ ചില്ലറ വിൽപ്പന തുടങ്ങിയ സേവനങ്ങൾ പുതുതായി വിദേശ നിക്ഷേപ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ പട്ടികയിൽ ഉൾപ്പെടുന്നു. ആപ്പിൾ പേ സേവനം ആരംഭിച്ചു. ആപ്പിൾ പേ ഡിജിറ്റൽ പേയ്മെന്റ് സേവനം ഒമാനിൽ ആരംഭിച്ചു. ബാങ്ക് മസ്കത്ത്, സുഹാർ ഇന്റർനാഷണൽ, സുഹാർ ഇസ്ലാമിക് ബാങ്ക്, ബാങ്ക് ധോഫാർ, NBO ധോഫാർ ഇസ്ലാമിക്, അൽ മുഹ്സിൻ എന്നിവയുൾപ്പെടെ ഒമാനിലെ നിരവധി പ്രമുഖ ബാങ്കുകൾ ആപ്പിൾ പേയെ അവരുടെ സേവനങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിലവിലെ കാർഡ് അധിഷ്ഠിത പേയ്മെന്റ് രീതിക്ക് പകരമായി കാർഡ് ടോക്കണൈസേഷൻ സേവനം നൽകുന്നതിന് ബാങ്കുകൾക്കും പേയ്മെന്റ് സേവനദാതാക്കൾക്കും ഒമാൻ സെൻട്രൽ ബാങ്ക് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരുന്നു. ടോക്കണൈസേഷൻ എന്നത് യഥാർത്ഥ കാർഡ് വിശദാംശങ്ങൾക്കു പകരം ടോക്കണുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കോഡുകളിൽ ഇടപാടുകൾ സാധ്യമാക്കുന്ന മാർഗമാണ്. നിയമമേഖലകളിൽ സമ്പൂർണ്ണ സ്വദേശീവൽക്കരണം. നിയമമേഖലയിലെ തൊഴിലുകൾ പൂർണ്ണമായും സ്വദേശീവൽക്കരിക്കുന്നു. ഈ മേഖലയിലെ തൊഴിലുകൾ സ്വദേശികൾക്ക് മാത്രമായി നിജപ്പെടുത്താൻ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് അടുത്തിടെ രാജകീയ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഇതനുസരിച്ച് വിദേശികളുമായി പങ്കാളിത്തത്തിൽ നടത്തുന്ന നിയമസ്ഥാപനങ്ങൾക്ക് 3 വർഷത്തിനുള്ളിൽ സ്വദേശീവൽക്കരണം, വിദേശികൾ മാത്രം നടത്തുന്ന നിയമസ്ഥാപനങ്ങൾ, ലീഗൽ കൺസൾട്ടൻസി എന്നിവ 1 വർഷത്തിനുള്ളിൽ ഈ നിയമം നടപ്പാക്കണം. ഇത്തരം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന വിദേശികൾക്ക് 1 വർഷം വരെ തുടരാവുന്നതാണ്. ഈ കാലയളവിൽ ഇത്തരം സ്ഥാപനങ്ങളുടെ ഷെയറുകൾ കൈമാറ്റം ചെയ്യുന്നതും നിരോധിച്ചിട്ടുണ്ട്. OL-1 ഉപഗ്രഹം ഒമാൻ വിക്ഷേപിച്ചു. നൂതന റിമോട്ട് സെൻസിംഗും AI ശേഷിയുള്ള തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ ഉപഗ്രഹം ഒമാൻ L-1 ഒമാൻ വിക്ഷേപിച്ചു. ഒമാൻ ലെൻസ് കമ്പനി അന്താരാഷ്ട്ര ടെലികമ്മ്യൂണിക്കേഷൻ ഓർഗനൈസേഷനിൽ സുൽത്താന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത ആദ്യ ഉപഗ്രഹം ചൈനയിൽ നിന്നുമാണ് വിക്ഷേപിച്ചത്. പരിസ്ഥിതി നിരീക്ഷണം, നഗരാസൂത്രണം, റിസോഴ്സ് മാനേജ്മെന്റ് എന്നിവയുൾപ്പെടെ ഒമാനിലെ നിരവധി മേഖലകളെ പിന്തുണയ്ക്കുന്നതിൽ ഈ ഉപഗ്രഹം നിർണായക പങ്ക് വഹിക്കും. AI അധിഷ്ഠിത ഡാറ്റ വിശകലനം നടത്താൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഉപഗ്രഹം ഒമാന്റെ പ്രകൃതിദത്തവും നഗരപരവുമായ പ്രകൃതി ദൃശ്യങ്ങൾ നിരീക്ഷിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും സഹായിക്കുന്ന മികച്ച ചിത്രങ്ങളും നൽകും. തദ്ദേശീയമായി വികസിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പ്യൂട്ടിങ്ങിനായുള്ള ആദ്യ നൂതന ഒപ്റ്റിക്കൽ ഉപഗ്രഹമാണിത്. ദുഃഖം 1 വിജയകരമായി വിക്ഷേപിച്ചു. സുൽത്താനേറ്റിന്റെ ആദ്യത്തെ പരീക്ഷണാത്മക ശാസ്ത്ര ബഹിരാകാശ റോക്കറ്റ് ദുഃഖം 1 വിജയകരമായി വിക്ഷേപിച്ചു. അൽ-വുസ്ത ഗവർണറേറ്റിലെ ദുഃഖ വിലായത്തിലെ ഇത്ലാഖ് സ്പേസ് ലോഞ്ച് കോംപ്ലക്സിൽ നിന്നാണ് റോക്കറ്റ് കുതിച്ചുയർന്നത്. ഗതാഗത, ആശയവിനിമയ, വിവരസാങ്കേതിക മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിൽ നാഷണൽ സ്പേസ് സർവീസസ് കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ ഇത്ലാഖ് കമ്പനിയാണ് വിക്ഷേപണം നടത്തിയത്. ബഹിരാകാശ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ആഗോള ബഹിരാകാശ വ്യവസായത്തിലെ ഒരു പ്രധാന രാജ്യമെന്ന നിലയിൽ അതിന്റെ സ്ഥാനം ഉയർത്തുന്നതിനുമുള്ള സുൽത്താനേറ്റിന്റെ വിശാലമായ തന്ത്രപരമായ സംരംഭങ്ങളുടെ ഭാഗമാണ് വിക്ഷേപണം. 123 കിലോഗ്രാം ഭാരമുള്ള റോക്കറ്റിന് 6.5 മീറ്റർ ഉയരമാണുള്ളത്. സെക്കൻഡിൽ 1530 മീറ്റർ വേഗതയിൽ ഉയരും. 2025-ൽ 3 വിക്ഷേപണങ്ങൾ കൂടി ഒമാൻ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.